എക്സ്കവേറ്റർ ഓപ്പറേറ്റിംഗ് രംഗത്തേക്ക് ഇനി സ്ത്രീകളും. അയൺ വുമൺ എന്ന പദ്ധതി കൊല്ലം ചവറയിൽ IIICയുടെ നേതൃത്വത്തിൽ വോൾവോ കമ്പനി എക്സ്കവേറ്റർ പ്രവർത്തിപ്പിക്കുവാൻ സ്ത്രീകൾക്ക് പരിശീലനം നൽകും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇനി സെക്കൻഡ് വരുമ്പോൾ അവിടെ നിർത്താം. IIIC മുമ്പും നമുക്ക് ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ വനിതാ മേസ്ത്രിമാരെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ നിർമ്മാണ രംഗത്തേക്ക് ശക്തി പകർന്ന് രംഗത്തിറക്കിയിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ അവരുടെ ഒരു പരീക്ഷണം. ഇപ്പോൾ എക്സ്കവേറ്റർ ഓപ്പറേഷൻ, ഈ പാറയായാലും മലയാണെങ്കിലും ഇനി എന്താണെന്ന് വേണ്ട, അത് പൊളിക്കാനാണെങ്കിലും അതൊക്കെ തോണ്ടി മാറ്റാനാണെങ്കിലും ഈ സ്ത്രീകളുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്നതാണ്, പരിശീലിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയുണ്ട്? ഈ എക്സ്കവേറ്ററൊക്കെ കാണുമ്പോൾ പണ്ട് നിങ്ങൾ ദൂരെ നിന്നല്ലേ കണ്ടിട്ടുള്ളൂ? ഇത് റോഡ് പണിയൊക്കെ ഒരുപാട് വട്ടം നമ്മൾ കണ്ടപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യം അത് ചുമത പറയുമല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതെന്ന് അറിഞ്ഞപ്പം തന്നെ ഇതിനൊന്ന് മുന്നോട്ട് വരുന്നത്. അതെ, നിങ്ങൾ സാധാരണ ഒരു വീട്ടമ്മ എന്ന നിലയിലേക്ക് നിങ്ങളിപ്പോൾ വേറെ ഒരു നിർമ്മാണ രംഗത്തേക്ക് കടക്കുകയാണ്, പ്രൊഫഷണൽ ആവാൻ പോവുകയാണ്. അതെ, സ്ത്രീകളെന്ന് വെച്ചാൽ കൂടുതലും വീട്ടുജോലിക്കൊക്കെ പുറത്ത് പോകുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നല്ല തൊഴിൽ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തോട് തന്നെ മുന്നോട്ട് വരുന്നത്. ഇത് കൂടുതലും പുരുഷന്മാരാണല്ലോ ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇപ്പം ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇത് കാണുമ്പം ആഗ്രഹം തോന്നിയിട്ടുണ്ട്, ഇത് എങ്ങനെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് നമുക്കും ചെയ്യണമെന്നുള്ളൊരു അങ്ങനെ ഇതറിഞ്ഞപ്പം വന്നു. അതിനു വേണ്ടിയുള്ളൊരു കരുത്തുണ്ട് അല്ലേ? 28 ടൺ വെയിറ്റുള്ള എക്സ്കവേറ്റർ നിങ്ങൾ ഈ കരങ്ങൾ കൊണ്ട്, വളയിട്ട കരങ്ങൾ കൊണ്ട് നിങ്ങൾ പൊക്കും. തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഇതൊക്കെ ഓടിക്കാൻ പറ്റിയ ഭാഗ്യം കിട്ടുമ്പം അതിന് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. കൈരളി ടിവിയുടെ ആശംസകൾ. അയൺ വുമൺ സ്ത്രീ ശാക്തീകരണ പദ്ധതി നാടിന് അഭിമാനമെന്ന് ചവറ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള പറഞ്ഞു. അത് സ്ത്രീ ശാക്തീകരണമാണ് പ്രധാനമായിട്ടും. അതും ഇവിടെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും അർഹരായിട്ടുള്ളവരെയാണ് സെലക്ട് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ആ അർഹരായ കരങ്ങൾക്ക് ഒരു വരുമാനം, സ്ഥിര വരുമാനം ലഭിക്കുന്നു. അതും ഒരു ആണുങ്ങളുടെ മേൽക്കോയ്മയുള്ള ഒരു മേഖലയിലേക്ക്, എക്സ്കവേഷൻ അങ്ങനെയുള്ള രംഗത്തേക്ക്, ഇങ്ങനെ JCB ഓപ്പറേറ്റേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറേ ആത്മവിശ്വാസത്തോടെ കുറേ വനിതകളെ ഈ സമൂഹത്തിലേക്ക് ഇറക്കുകയാണ്. കൂടുതൽ പേർ ഇത് ഏറ്റെടുക്കുവാൻ തയ്യാറാകും. നമ്മുടെ മറ്റ് സമൂഹങ്ങളിലൊക്കെ കാണുന്ന കണക്ക് സ്ത്രീകൾ എല്ലാ മേഖലയിലേക്കും മുന്നോട്ട് വരുന്ന ഒരു പ്രവണതയായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 20 ടൺ ഭാരമുള്ള എക്സ്കവേറ്റർ അനായാസം സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാനാവുമെന്ന് ഡയറക്ടർ സുനിൽകുമാർ പറഞ്ഞു. ഈ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ട്രെയിനിങ് എന്ന് പറയുന്നത് വനിതകൾക്ക് അനായാസം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ശേഷമാണ് അവരെ ഇതിലോട്ട് നമ്മൾ ആനയിച്ചിട്ടുള്ളത്. വളരെ ലളിതമായിട്ട് തന്നെ ഇത് പഠിക്കാനും അതിനുശേഷം ഇത് ഉപയോഗിക്കാനും തീർച്ചയായിട്ടും സാധ്യമാവും. ഈ മെഷീനറികളുടെ ഒരു വലുപ്പവും അതിൻ്റെ കപ്പാസിറ്റിയും ടണ്ണേജും ഒക്കെ കേട്ടാൽ നമുക്ക് ഭയം തോന്നുമെങ്കിലും ഒരു മാരുതി കാർ ഉപയോഗിക്കുന്ന പോലെ അനായാസം ഇത് ഉപയോഗിക്കാൻ സാധ്യമാവും. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറിയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ വനിതകൾക്ക് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. തുടർന്ന് അവർക്ക് ഈ മേഖലയിൽ തൊഴിൽ സാധ്യതയും അത് വിനിയോഗിക്കാനും സാധിക്കുമെന്നുള്ള ഉറപ്പാണ്. നമ്മൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഒക്കെ വരുന്നത് പോസിറ്റീവ് മോഡാണ്. ഇപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ടൊക്കെ ചെയ്യാം. റൈറ്റ് സൈഡ് ഇപ്പോൾ ബക്കറ്റ് ഓപ്പൺ ആവും. നമ്മൾ ഉള്ളോട്ട് പുറത്തോട്ടില്ല. നല്ല നമ്മൾ ഇനി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നൊരു സംശയം വന്നാൽ ജസ്റ്റ് ഇതാ. കേരളം എന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള കുടുംബശ്രീ പദ്ധതി. അതിൽ തുടങ്ങി പല രംഗത്തും സ്ത്രീകളെ അവതരിപ്പിക്കുകയാണ് കേരളം. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ചവറയിൽ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഇവിടെ എക്സ്കവേറ്റർ ഓപ്പറേഷൻ കൂടി സ്ത്രീകൾക്ക് 25 സ്ത്രീകൾക്കാണ് പരിശീലനം കൊടുക്കുന്നത്. അവരും ഇനി ഇതുപോലെ പൊളിക്കാനാണെങ്കിലും ശരി, വാനം തോണ്ടാനാണെങ്കിലും ശരി, ഏതൊരു കാര്യത്തിലും എക്സ്കവേറ്റർ ഓപ്പറേഷനിലൂടെ അവരും നിർമ്മാണ രംഗത്ത് സജീവമാകാൻ പോവുകയാണ്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.